മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ ഭൂചലനം. കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ ശബ്ദത്തോടെ പ്രകമ്പനം അനുഭവപ്പെടുകയായിരുന്നു. വെയർ ഹൌസുകളിൽ നിന്ന് ബാർ ഉടമകൾക്ക് ഓൺലൈൻ വഴി മദ്യം വാങ്ങാം. പുതിയ സംവിധാനം ഏർപ്പെടുത്തി ബെഫ്കോ. ലൈസൻസുകളുടെ പ്രതിനിധികൾ നേരിട്ടെത്തി ഇന്റന്റ് നൽകണമായിരുന്നു. ബെഫ്കോയുടെ ബാങ്ക് അക്കൌണ്ടിൽ പണമടച്ചു ചെല്ലാനും നേരിട്ടിനി ഹാജരാക്കേണ്ടതില്ല. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ ബാർ ഉടമകളെ സംബന്ധിച്ച് കുറച്ചുകൂടെ പണി എളുപ്പമായി എന്ന് വേണം കരുതാനല്ലേ? ഭവ്യ, ആ നിലയ്ക്ക് തന്നെയാണ് ചില ഈ സാങ്കേതിക നടപടികൾ അതെല്ലാം ഒഴിവാകുന്ന നിലയ്ക്കാണ് പുതിയ സംവിധാനം ബെഫ്കോ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ലൈസൻസുകളുടെ പ്രതിനിധികൾ ബെഫ്കോയുടെ വെയർഹൌസുകളിലേക്ക് എത്തുകയും അവിടെ ഇന്റന്റ് നൽകുകയും പിന്നീട് ബെഫ്കോയുടെ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്ക് പണം അടച്ച് അതിന്റെ ചെല്ലാൻ ഹാജരാക്കുകയും വേണം. മാത്രവുമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ബാർ നടത്തിപ്പുകാർക്ക് താല്പര്യമുള്ള മദ്യം മറ്റേതെങ്കിലും ജില്ലയിലാണെങ്കിൽ അവിടെ പോയി ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണം. അതിന് കാലതാമസം ഉണ്ടാകും. ഇതിന്റെ ഒരു യാത്രയുടെയും മറ്റും ബുദ്ധിമുട്ട്, സമയത്തിന്റെ ചെലവ്, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ബെഫ്കോ കടന്നിരിക്കുന്നത്. ഈ കേരളത്തിന്റെ ഈ വെയർഹൌസുകൾ, അവിടെയുള്ള മദ്യം അത് ഏത് ജില്ലയിലായിരുന്നാലും മറ്റൊരു ജില്ലയിലുള്ള ആൾക്ക് ഓൺലൈൻ വഴി അത് ബുക്ക് ചെയ്യുന്നതിനും അതിന്റെ ഇന്റന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അത് നൽകുന്നതിനും പിന്നീട് അതിന്റെ തുക, ആ പണം അടയ്ക്കുന്നതും ഓൺലൈൻ വഴി സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാം ബാർക്കോഴ വിവാദം കത്തിനിന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടായിരുന്നു. ബാറുകൾ വഴി സെക്കൻഡ്സ് മദ്യം വ്യാപകമായി വിറ്റഴിക്കുന്നു. എക്സൈസ് മന്ത്രി പറഞ്ഞത് UDFന്റെ കാലത്തിനേക്കാൾ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു മന്ത്രി പറഞ്ഞത്. എന്നാൽ ബെഫ്കോയിൽ നിന്ന് മദ്യം വാങ്ങാതെ സ്വകാര്യ ഡിസ്റ്റിലറികളിൽ നിന്ന് ബാറുടമകൾ നേരിട്ട് മദ്യം വാങ്ങുകയും ഇങ്ങനെ വാങ്ങുന്ന ഈ സെക്കൻഡ്സ് മദ്യം അത് വലിയ തോതിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇത് കണക്കിൽ വരുന്നില്ല. അത് ഒരു വലിയ ആരോപണമായി നിൽക്കുമ്പോഴാണ് ബെഫ്കോ ഒരു പുതിയ നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. എളുപ്പത്തിൽ ബാറുടമകൾക്ക് മദ്യം വാങ്ങാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. പുതിയ മദ്യനയം വരുന്നതിന് മുന്നോടിയായി ഈ പരിഷ്കാരത്തെ കാണേണ്ടതുമുണ്ട്. ശരി, നന്ദി. ദയവായി തുടരുക.